കൂട്ടുകാരെ, നമ്മൾ ഇനി വാങ്ങി വെച്ചിട്ട് പ്രത്യേക സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് അത് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ മാങ്ങ കഴുകുന്നു. എനിക്ക് മാങ്ങ ചെത്താൻ അറിയില്ല, എന്നാൽ പോലും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ള മാങ്ങ ചെത്തക്കം, അല്ലെങ്കിൽ ആരെങ്കിലും ചെത്തേണ്ടി വരും. അതെ, നമ്മൾ സത്യമായ കാര്യങ്ങൾ പറയണം. അതാണ് ഇത്. ഞാൻ ചെത്തുന്നത് മുഴുവനായിട്ട് ഞാൻ കാണിക്കത്തില്ല. അങ്ങനെ കാണിക്കണമെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഇത് മാങ്ങ ചെത്തുന്നത് തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മാങ്ങ ഇങ്ങനെ ചെത്തുന്നത് കാണിച്ചു തരണോ? ഇനി ഞാൻ ചെത്തണോ? ചെത്തിയാ അങ്ങനെ ഞാൻ മാങ്ങ ചെത്തൽ ദൗത്യം ചേട്ടനെ ഏൽപ്പിക്കുകയാണ്, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട്. ഈ മാങ്ങയുടെ ചെത്തിന് എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതൊക്കെ ഉണ്ട്. കണ്ട പടേന്ന് കണ്ട ചേട്ടത് അത്രയ്ക്ക് നായല്ലോ, കണ്ണു വയ്ക്കല്ലോ. ജീവിച്ചു പോട്ടെ, പച്ചരി കഞ്ഞി കുടിച്ചു പോട്ടെ ഞാൻ. ഹായ്. അപ്പോൾ ചേട്ടൻ ചെത്തിയ 4 മാങ്ങയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ 4 മാങ്ങ എടുത്ത് പരീക്ഷിക്കില്ല, ഒരു മാങ്ങ എടുത്ത് പരീക്ഷിക്കുന്നത്. അയ്യോ, അങ്ങനെയല്ല മാങ്ങ ചെത്തുന്നത്. അയ്യോ, ഞാൻ എന്റേതായ രീതിയിൽ ചെത്തും, ചേട്ടൻ മിണ്ടാതിരിക്കും. മാങ്ങ പുതിയൊരു രീതിയിൽ ചെത്തുന്ന പരിപാടി. ചെത്തുന്നത് കട്ട് ചെയ്യുന്നത്. അതെ, മാങ്ങ മധുരമുണ്ടോ നോക്കോ? ഒരു സെക്കൻഡ്, ആദ്യം അയ്യേ. എന്താ ചെയ്യേണ്ടത്? എവിടെ? ഞാൻ ചെത്താടോ. അങ്ങനെ പുച്ഛിക്കണ്ട. മാങ്ങ എന്ന് ചെത്തി തീരുവോടെ? ഇന്ന് ചെത്തിയില്ല, നമ്മൾ നാളെ ഉണ്ടാക്കും. ചെത്തിങ് ഇത് കട്ട് ചെയ്യുന്നത്, മാങ്ങ കട്ട് ചെയ്ത് തീരും, ശരിയാ? അയ്യോ ചേച്ചി, കൈ മുറിയല്ലേ പ്ലീസ്. കൈ ഒന്നും മുറിയില്ലടോ. എങ്ങനെന്തോ ഈ പെണ്ണിനെ കല്യാണം കഴിച്ച? വേറെന്തോ വലുത് എനിക്ക് വരാനുണ്ടായിരുന്നു. കട്ടി നാട്ടുകാരെല്ലാവരും കാണട്ടെ എങ്ങനെയാണ് മാങ്ങ കട്ട് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല എന്ന്. എനിക്ക് പാണ്ടി ഒന്ന് തടയുന്നു. സോറി. കിട്ടി. ആ ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പുതിയ ടെക്നിക്സ്. പഴയ ടെക്നിക്സ് പോയി പുതിയത് വരട്ടെ. പുതിയ പിള്ളേരുടെ ടൈമാണിത്. അപ്പം ഞാൻ കട്ട് ചെയ്ത ഒരു മാങ്ങ താഴത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി മാങ്ങ ചേട്ടൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ എനിക്ക് ക്രെഡിറ്റ് ഉണ്ടല്ലേ? യെസ്, ബാക്കി മാങ്ങ ക്രെഡിറ്റ് ഗോസ് ടു ചേട്ടൻ. ഇനി എന്തുവാടാ ചെയ്യാൻ പോണത്? ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ മിക്സിയിലേക്ക് ഈ മാങ്ങനെ ഇങ്ങനെ എടുത്ത് ഇടും. ഓക്കെ, മിക്സി എടുത്ത് വെച്ചപ്പോൾ തന്നെ മനസ്സിലായി മിക്സിയിലേക്ക് ഇടാൻ പോകുന്നത്. അല്ലാതെ വെറുതെ എടുത്ത് വയ്ക്കേണ്ട കാര്യമല്ലോ. അടുത്ത ഡ്രാമ എന്തുവാ? ഒരു മാങ്ങയാണ്, മാങ്ങ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്, ചീത്താവെങ്കിൽ ഇടിയുള്ളൂ. ചീത്ത ആയില്ലെങ്കിൽ തനിക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇടിയാണ്. ഇതാണ് ഡീമോട്ടിവേഷൻ എന്ന് പറയുന്നത്. ശരി, ട്രൈ ചെയ്യേ. നമ്മളൊരു കാര്യം ട്രൈ മോട്ടിവേറ്റ് ചെയ്യണം. ശരി, മോട്ടിവേറ്റ് ചെയ്തു, നന്നായിട്ട് വരും. അറിയില്ല, ശരി. അപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 ഏലക്ക ഇതിലേക്ക് എത്ര തട്ടണം? എന്തുവാടെ? ഇതാണ് കാഷ്യൂ അറിയാത്ത ഉണ്ടാവില്ല. ഇത് ബ്രോക്കൺ കാഷ്യൂ ആണ്. നമ്മൾ ഇത് കുക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാഷ്യൂ ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഫുൾ ബ്രോക്കൺ അല്ലാത്ത കാഷ്യൂ വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യലി നമുക്കിതാണ് വയബിൾ. നമ്മൾ മോസ്റ്റ്ലി ഈ എന്താ പറയുക, മറ്റേ സാധനം പ്രോൺസ്, പിന്നെ പനീർ, അങ്ങനെയൊക്കെ സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാഷ്യൂ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കാഷ്യൂ അല്ലോട്ട് കാഷ്യൂ പേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാഷ്യൂ കൊണ്ടാണല്ലോ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. താങ്കൾ ഉണ്ടാക്കുന്നതുകൊണ്ട് താങ്കൾക്ക് അറിയത്തില്ല. ഞാൻ കുക്കിങ്ങിൽ ഒരു പുലിയല്ല. ഞാൻ സാധാരണക്കാരനാ. ചേട്ടനാണ് പുലി. അറ്റൻഡ് ചെയ്യും, നോക്കട്ടെ, കൊള്ളാമെങ്കിൽ കൊള്ളാം. അയ്യോ, എൻ്റെ ഡേറ്റ്സ് അതെന്ത് ചെയ്യാൻ പോവോ? ഇത് നമ്മൾ ചേട്ടൻ തിന്നാൻ വേണ്ടിയിട്ട് കുതിർക്കാൻ വെച്ചിരുന്ന ഡേറ്റ്സ് ആണ്. നമ്മളത് അടിച്ച് മാറ്റി ഇതിലൊഴിക്കണം. നമ്മൾ ഇതിനെടുത്തിട്ട് കുരു കളഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് ഇടും. എന്താ
എന്തൊരു വിധി ഇത്. ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്. ചീത്തായാൽ പിന്നെ കാശ് കൊടുക്കാൻ സാധനം വാങ്ങിക്കാൻ കിട്ടുമോ മനുഷ്യ? എന്ത് കഷ്ടാണിത്. ചീത്താകാതിരുന്നാ മതി. ചെയ്. വല്ലാത്ത ചതി ഇത്. എന്ത് വിധി ഇത്. എന്തോ ഈ പാട്ടിന്റെ മനസ്സിലേക്ക് വന്നത്. ഇത് ഞാൻ പറയേണ്ടതോ? Of course. എന്തു വിധി ഇത്, വല്ലാത്ത ഗതി ഇത്. ചേട്ടൻ പറഞ്ഞ് പേടിപ്പിക്കല്ലേ, നാട്ടുകാരെ പേടിപ്പിക്കല്ലേ. നമ്മൾ ഓരോ ഡേറ്റ്സ് ആയിട്ട് കുരു കളഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനകത്ത് എത്ര ഡേറ്റ്സ് ഉണ്ടെന്ന് അറിയോ? അറിയില്ല. 1 2 3 4 5 6 ഡേറ്റ്സ്. എടേ ഞാൻ പറഞ്ഞ 2 ഡേറ്റ്സ് അവിടെ കഴിക്കാൻ വേണ്ടി മാറ്റി വിടാം പ്ലീസ്. എന്തൊരു ഡേറ്റ്സ് വേറെ വാങ്ങി തീർപ്പില്ലേ, അതെടുത്ത് തിന്നാൽ മതി. ഇത് എവിടെ തമ്പുരാനെ? ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. യെസ്, ഐ ആം നോട്ട് എ ഡാൻസർ. അറിയാവുന്ന സ്റ്റെപ്പുകൾ വെച്ച് കളിക്കുക എന്നാണ് നമ്മൾ. എൻ്റെ കൈ കഴിക്കുന്നു കേട്ടോ. ഈ കാര്യത്തിൽ ഞാൻ മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടിക്ക് ആകെ ഒരു സ്റ്റെപ്പ് അറിയുള്ളൂ. ആ ഒരു സ്റ്റെപ്പ് കൊണ്ടാണ് മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്നത്. മമ്മൂട്ടി ഫാൻസറി പൊങ്കാലയോ ഇതില്? പക്ഷെ പുള്ളിയുടെ ഡയറ്റൊക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പോയോ ഈ പ്രായത്തിൽ? നമുക്കിതിനെ അടിച്ചെടുക്കാം. എങ്ങനെ അടിക്കാൻ പോകുന്നടാ? എങ്ങനെ വിളിക്കാൻ പോകുന്നത്? ഉച്ചക്കുക, അടിക്കുക. തുറന്നു നോക്കിയേ. എന്തോ തുറന്നു നോക്കുന്നില്ലയോ? കൊള്ളാൻ നോക്കിയാൽ നല്ല സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. വിചാരിച്ച പോലെ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഞാൻ അറിഞ്ഞോ? ഓ അറിഞ്ഞു. ഇനി എന്താ പ്ലാൻ താങ്കളുടെ? ഞാൻ ചെയ്യാം. എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാല്ലേ ഇങ്ങനെ? ഇല്ല, അടുത്ത സീസൺ ഇത് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? കാരണം മാക്സിമം താൻ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരം ജ്യൂസ് അടിക്കും. പക്ഷെ ജ്യൂസിൽ ഏലക്ക അടിക്കുന്ന ചേർക്കും. പൈപ്പുവെള്ളം മിക്സ് ചെയ്യാൻ പോകണോ അതിലേക്ക്? ഒരു 5 പേര് മിണ്ടാതിരിക്കാവോ? ഓക്കെ. തനിക്ക് പല്ല് വേദന നമ്മൾ മേടിച്ച സാധനമാണോ ഇത്? സോറി, ഞാനിത് ഗദ്ഗതമാണ് പോയതാണ്. ഓക്കെ. ഐസ്ക്രീം എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുമോ? ഇതെടുത്ത് ഐസ്ക്രീമിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നമ്പൂരാനെ, അമൂലിൻ്റെ കഷ്ടപ്പെട്ട് മേടിച്ച ഐസ്ക്രീമാണോ? പിന്നെ കഷ്ടപ്പെടാൻ ഐസ്ക്രീം മേടിക്കാൻ പറ്റും മനുഷ്യ? പക്ഷെ വെളിപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. ഇനി എന്താ താൻ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളിതിനെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യാൻ സഹായം വേണോ? വേണ്ട, അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കാണിച്ചാൽ जीना यहाँ मरना यहाँ इस देश में जीना यहाँ. ഓക്കെ. വാവ്, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് ബെറ്റർ. ഈ മാംഗോ ഐസ്ക്രീം മേടിക്കുന്നേക്കാൾ നല്ലത് ഈ സാധനത്തിൽ ഒരു മാങ്ങ 1 കിലോ മാങ്ങ മേടിക്കുക, 2 മാങ്ങ മേടിക്കുക, ഒരു 500 ഗ്രാമിൻ്റെ 700 ഇത് 700 ml ടോപ്പായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. 350 ml 250 മേടിച്ചിട്ട് അതിലേക്ക് സാധനം മിക്സ് ചെയ്താൽ മതി. സൂപ്പർ നൈസ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, സൂപ്പറായിട്ടുണ്ട്. തക്കണ്ട സ്പൂണ് നിൽക്കണണ്ട. ഇങ്ങനെ സ്പൂൺ തന്ന മമ്മി തെറി വിളിക്കും. മമ്മി പറയും വേറെ ഒരു പണിയില്ല വില നിൽക്കുന്നത്. സംഭവം നൈസായിട്ടുണ്ട്. നിങ്ങൾ താനിത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ നല്ലതാണ്. കാരണം ഫ്രൂട്ട്സ് കഴിക്കുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനെ കുടിച്ച പിള്ളേർ ഫ്രൂട്ട്സും കഴിക്കും ഐസ്ക്രീമും പോകും. ഐസ്ക്രീം ഭയങ്കര ഫാറ്റ് കഴിക്കുന്ന സാധനമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ താൻ ചെയ്ത റെസിപ്പി ചെറിയൊരു ഡിഫറൻസ് ചെയ്യുക, ചെറിയ ചേഞ്ചസ് വരുത്തുക. ഒരു 25% ഐസ്ക്രീമും ബാക്കി ഒരു 75% നമ്മുടെ മാങ്ങയല്ലേ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ ആ ഒരു ഇതോടെ ചെയ്ത് പോകുന്ന സാധനത്തിൽ അത് പ്ലെയിൻ ഐസ്ക്രീം ആയിരിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ പാനില്. അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് വരണം. പക്ഷെ കൊള്ളാം കേട്ടോ. ഡുണ്ടുവിന് ഇങ്ങനെ കൊടുത്താൽ മതി, അവള് ഐസ്ക്രീം കഴിച്ചോളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഐസ്ക്രീമാണിത്. പേര് ഒന്നുമില്ല, നമുക്ക് തൽക്കാലം മാംഗോ ഐസ്ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു.
പിന്നെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.